പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവായ ഈശോനാഥ, അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈശോപ്പാ, ഞങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. എപ്പോഴും സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളെ നടത്തണമേ. ഈശോനാഥ, ഇന്നൊരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനം തന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും ഇന്ന് നടത്തിയ കൃപയെ ഓർക്കുന്നപ്പാ. ഈ കരുണയുടെ സമയം വരെ ദൈവകൃപയിൽ നടത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളാൽ തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നപ്പാ. ഈ നിമിഷം വരെ ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഈ കരുണയുടെ സമയം തിരുസഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ പണിയുന്ന ദേവാലയത്തെ സമർപ്പിക്കുന്നു. ഈശോയുടെ കരുണയാൽ ഈ ദേവാലയത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുവാനും പുതിയ ദേവാലയത്തിൽ ദിവ്യബലി സമർപ്പിക്കുവാനും കൃപ തന്ന് അനുഗ്രഹിക്കണമേ. ഈശോനാഥ, ഈ പണിയുന്ന ദേവാലയത്തിൻ്റെ മേലും പണിയുന്ന പണിക്കാരുടെ മേലും സാമ്പത്തികമായി സഹായിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും ഈശോയുടെ വറ്റാത്ത കരുണ നിറയ്ക്കണമേ. തിരുസഭയുടെ മേലും അവിടുത്തെ കരുണയാൽ നിറയ്ക്കണമേ നാഥ. കർത്താവേ, ഞങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും സഹോദരങ്ങളെയും സഹോദര കുടുംബങ്ങളെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും, പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന കുടുംബങ്ങളെയും, ഇപ്പോൾ എന്നെ കേൾക്കുന്നവരെ അവരുടെ കുടുംബങ്ങളുടെ മേലും എല്ലാ ആവശ്യങ്ങളുടെ മേലും കടൽ പോലെ ഒഴുകുന്ന കരുണ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. ഇന്ന് പ്രാർത്ഥിച്ചു വചനമെടുത്തു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 46-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. അതിൽ 1-ാമത്തെ വാക്യം ഇപ്രകാരം: ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുരക്ഷിതമായ തുണയാണ്. അതെ പ്രിയ സഹോദരങ്ങളെ, സകലത്തിൻ്റെ അധികാരി ദൈവമാണ്. നാം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കുന്നു, അത് ദൈവത്തിൻ്റെ ശക്തിയും കരുതലും തന്നെയാണ്. നമുക്കൊരു കഷ്ടം വന്നാൽ തുണയായി കർത്താവുണ്ട് എന്ന് ഉറപ്പ് തന്നിരിക്കുകയാണ്. കഷ്ടങ്ങളും കുറച്ച് നഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ വരും, മനുഷ്യരല്ലേ. അപ്പോൾ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുകയുള്ളൂ. നാം എല്ലാവരും എല്ലാം തികഞ്ഞവരാണെങ്കിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ സമയം കണ്ടെത്തുമോ? ആ സമയം കൂടി മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നവരായി തീരും. ഇതിൽ 4-ാമത്തെ വാക്കിൽ ഒരു നഗരത്തെക്കുറിച്ചും നദിയെക്കുറിച്ചും പറയുന്നു. 5-ാമത്തെ വാക്കിൽ അതിരാവിലെ അതിനെ സഹായിക്കും എന്നെഴുതിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളെ കർത്താവ് വസിക്കുന്ന നഗരമാക്കി മാറ്റണം. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹമാകുന്ന നദി നമ്മിൽ നിറയും. അങ്ങനെ ദൈവം ഓരോ ദിവസവും നമ്മെ സഹായിക്കും. അതിനായി നമ്മെ സമർപ്പിച്ച് ഈ കരുണയുടെ സമയം പ്രാർത്ഥിക്കാം. ആമേൻ.